കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ ഇപ്പൊ പുതിയ മുഖ്യമന്ത്രിനെ കിട്ടി. അപ്പൊ ചേട്ടൻ എന്താണ് ചേട്ടന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, കേസ് വേണുഗോപാൽ ഉണ്ടായിരുന്നു, ഇപ്പൊ വി ഡി സതീശൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മൂന്നുപേരിൽ നിന്നാണ് വി ഡി സതീശനെ നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താണ് ചേട്ടന്? തീർച്ചയായും മൂന്നുപേരും പ്രഗത്ഭരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് കെ സി വേണുഗോപാലാണ്. കാരണം അദ്ദേഹം കേന്ദ്ര പാർലമെന്ററി കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളാണ്, AICCയുടെ ആണ്. അതിനുശേഷം സീനിയറായിട്ടുള്ളതാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഇവർ രണ്ടുപേരെക്കാളും ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുക്കുവാൻ, വ്യക്തമായ കാര്യങ്ങൾ നീക്കുവാനും, കേരളത്തിലെ ചിഹ്നഭിന്നമായി കിടന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഗ്രൂപ്പില്ലാതെ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർത്ത് നിർത്തി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഫലമാണ് ഈ കേരളത്തിൽ 102 സീറ്റ് കിട്ടിയത്. അതിനകത്ത് 102 സീറ്റ് കിട്ടിയെങ്കിൽ പൂർണ്ണമായിട്ടും ആ വോട്ട് കോൺഗ്രസിൻ്റെതല്ല. അത് ഇടതുപക്ഷ പാർട്ടിക്കാരുടെ അതിനകത്തുള്ള വെറുപ്പ് കാരണം, അവർ കാണിക്കുന്ന അഴിമതിയും അക്രമത്തോടുള്ള വെറുപ്പ് കാരണം CPM-കാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നതുകൊണ്ട് 102 സീറ്റിനെ ജയിക്കേണ്ടി വന്നു. ഇനിയും ഇതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് വിജയം നേടാൻ സാധിക്കും. കേരളം കണ്ടത്തിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയായ. അതിനേക്കാൾ പ്രഗത്ഭനായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രീ വി ഡി സതീശൻ സാറിന് കഴിയട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു.